മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. 31-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, ഉന്നതി ഉറവിടമാണ്. അതായത് ദൈവത്തിൽ നിന്ന് എല്ലാം വരുന്നു. ദൈവമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം. ആ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം നൽകപ്പെടുന്നത് എന്നാണ് തിരുവചനം പഠിപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ ഉന്നതി, വളർച്ച, ജീവിതത്തിന് ആവശ്യമുള്ളത് വേണോ? നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവവുമായിട്ടൊരു ബന്ധം നിനക്കുണ്ടാവണം. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിന്റെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുന്നത് എന്നാണ് തിരുവചനം പഠിപ്പിക്കുക. ദൈവഹിതത്തിന് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. ഉന്നതി ഉറവിടമായ ദൈവം എല്ലാം നിനക്ക് തരും. 32-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു: ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്, അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. ഭൗമിക കാര്യങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവൻ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവനെന്നും പരാതിയേ ഉള്ളൂ, പരിഭവങ്ങളേ ഉള്ളൂ. അസൂയയും അഹങ്കാരവും തിന്മയും മ്ലേച്ഛതയും ദുഷ്ടതയുമൊക്കെയാണ് ഭൗമികമായവൻ സംസാരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭൂമിയോട് ചേർന്ന് നിന്ന് ഭൗമിക കാര്യങ്ങൾ സംസാരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരല്ല നമ്മൾ. ഉപരിയായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ഉന്നതമായ കാര്യങ്ങൾ സംസാരിക്കാൻ, സ്നേഹം, വിശുദ്ധി, നന്മ, ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ചിന്തിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഉന്നതമായ കാര്യങ്ങൾ സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ അനുഗ്രഹം, ഉന്നതനായ ദൈവത്തിൽ നിന്ന് കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കുകയുള്ളൂവെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഭൗമിക കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങൾ നിർത്തി ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈ ദിവസം പരിശ്രമിക്കുക. 34-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു: ദൈവം ഒരിക്കലും അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ദൈവം ഒരിക്കലും മതി എന്ന് പറഞ്ഞ് കൃപ നിർത്തുന്നില്ല. കൃപ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ കൃപയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തത് ദൈവത്തിൻ്റെ ദാരിദ്ര്യമല്ല, സ്വീകരിക്കാൻ കഴിയാത്ത നമ്മുടെ മനസ്സാണ്. ദൈവത്തിൻ്റെ കൃപ, അളവില്ലാത്ത കൃപ അവിടുന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. ആ കൃപയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനൊരു ഒരുക്കം വേണം. മനസ്സിൻ്റെ ഒരുക്കമാണ് കൃപയെ സ്വീകരിക്കാനുള്ള യോഗ്യതയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതുകൊണ്ട് ഉന്നതമായ കാര്യങ്ങൾ ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ മനസ്സ് നമുക്ക് ഒരുക്കി കാത്തിരിക്കാം. അതുപോലെ ദൈവമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടമെന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. കർത്താവെ, ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉന്നതമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി ഈ ദിവസം അനുഗ്രഹിക്കണമേ. ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങൾ നിർവീര്യമായി തീരട്ടെ.
അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. സർവ്വ തിന്മകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.